പെൻഷന് ഓരോരോ നേതാക്കന്മാരെ എതിർത്തു, പിണറായിന്റെ എതിർത്തും വേറെ എല്ലാവരുടെ എതിർത്തും പെൻഷൻ കിട്ടിയിട്ട് മുപ്പത് എതിർത്തുന്ന ഫോട്ടോ എടുക്കുന്നില്ല. അങ്ങനെ കളിക്കുന്നില്ലേ? അതേമാതിരി ഞാൻ സ്റ്റേജിന്മ കയറിയിട്ട് കളിച്ച മുപ്പത് എതിർത്തിന് ഞാൻ വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ എതിർത്ത് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരിച്ചു തരുമെന്ന്. ഞാൻ അങ്ങനെ കൊടുത്ത് തിരിച്ചു തരികയും ചെയ്തു. നിങ്ങൾ എന്നെ പിസയിലിടിയെന്നും പറഞ്ഞു, പിസയിൽ വെച്ചിട്ടൊന്നും പറഞ്ഞില്ല, പിസയിലിട്ടു. ഞാൻ മനസ്സിലാകുന്ന കൊടുത്തല്ല. ജയിലി കേൾക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പറഞ്ഞ അത് ചെയ്യണ്ടായിരുന്നു. അതാ ചെയ്തതിനെ കൊണ്ട് എന്താ ദോഷം ഉണ്ടായത്? ചെയ്തതുകൊണ്ട് ഇപ്പൊ എന്താ ദോഷം ഉണ്ടായത്? ദോഷം ഉണ്ടായത് പല ആൾക്കാരും പലതും പറയാം. അത് തന്നെ ഞാൻ അങ്ങനെ കാണിക്കണ്ടായിരുന്നു. ഇപ്പൊ ഞാന് പൂനൂർ പോയിരുന്നു, പള്ളിയിൽ പോയപ്പോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗോവിന്ദേട്ടൻ 4 വോട്ട് കിട്ടാൻ വേണ്ടി എങ്ങനെയെങ്കിലും തൂങ്ങിപ്പിടിച്ച് 3ാം തവണയും ഭരണത്തിൽ കയറാൻ വേണ്ടി ഗോവിന്ദേട്ടനും ടീച്ചറമ്മയും പിണറായിയും ഒക്കെ കൂടിയിട്ട് എന്തൊക്കെ നാടകങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. ജനങ്ങൾ വിഡ്ഢികളല്ല ഗോവിന്ദേട്ട. ഇന്നത്തെ തലമുറയും ബുദ്ധിയുള്ളവരാണ്, ബുദ്ധിയും വിവേകവും ഉള്ളവരാണ്. എന്ത് നാടകം അവതരിപ്പിച്ചാലും അത് പിറ്റന്ന തന്നെ അത് പിടിക്കപ്പെടും. ഗോവിന്ദേട്ട, ഇനിയെങ്കിലും ഈ നാടകം കളിയൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം. എന്തെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഈ നാടകം കളിക്കുമ്പോഴൊക്കെ ജനങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഇത് പെട്ടെന്ന് പബ്ലിക്കിൽ ജനങ്ങൾ ഇത് കൊടുന്നിടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നാടകം കളിക്കാൻ ഗോവിന്ദേട്ട. പിന്നെ പറഞ്ഞാൽ ഈ നികുതി പണം പറഞ്ഞാൽ ഗോവിന്ദേട്ടൻ്റെ സ്വത്തിൽ നിന്നോ അല്ലെ പിണറായിയുടെ സ്വത്തിൽ നിന്നോ അല്ലെ ടീച്ചറമ്മയുടെ സ്വത്തിൽ നിന്നോ KT ജലീലിൻ്റെ സ്വത്തിൽ നിന്നോ ഒന്നല്ല. ഈ പാവപ്പെട്ട ഞാനും ഈ കേരളത്തിലെ മറ്റ് ജനങ്ങളും അടക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ പൈസ കൊടുക്കുന്നത് എന്ന് അന്നം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാ ഗോവിന്ദേട്ട ഈ നികുതി പണം ഈ ജനങ്ങൾക്ക് ഈ പെൻഷൻ തുകയായിട്ട് വീതിച്ചു കൊടുക്കുന്നത്? നിങ്ങൾ ഈ നാടകം കളിക്കുന്നത്